നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ക്ഷമിക്കണം, മുൻ മന്ത്രി ശ്രീ ആന്റണി രാജു, കുഞ്ഞിനെ കാണാതായിട്ട് 9 മണിക്കൂർ പിന്നിടുന്നു, ഇതുവരെയും ഒരു തുമ്പും ലഭിച്ചിട്ടില്ല, വലിയ ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും രാത്രി ഒരു 2:30 മണിയോടെയാണ് പോലീസിന് ഈ വിവരം റിപ്പോർട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഉടൻ തന്നെ DCP നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ പേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരുകയും അന്വേഷണം വിവിധ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു. കൊല്ലം, കന്യാകുമാരി ജില്ലകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു സിറ്റിയുടെ ഹൃദയഭാഗത്താണെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലമാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങിയ വിജനമായ സ്ഥലത്തിന്റെ വടക്കുവശത്ത് ബ്രഹ്മോസിന്റെ മതിലാണ്, തെക്ക് വശത്ത് ഓൾ സയൻസ് കോളേജിന്റെ മതിലാണ്, കിഴക്ക് വശത്ത് റെയിൽവേ ട്രാക്കാണ്, പടിഞ്ഞാറ് വശത്താണെങ്കിൽ റോഡും അതിനോടനുബന്ധിച്ച് എയർപോർട്ടിന്റെ മതിലുമാണ്. അപ്പൊ ഇങ്ങനെ അവിടെ അങ്ങനെ പെട്ടെന്ന് അവിടെയുള്ള പ്രദേശവാസികളുടെ ശ്രദ്ധ ഒരു കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമല്ല, അല്പം വിജനമാണ് സിറ്റിയുടെ ഹൃദയഭാഗത്താണെങ്കിലും. ഏതായാലും വ്യക്തമായ സൂചനകളൊന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഏതായാലും അന്വേഷണം വളരെ നല്ല നിലയിൽ തന്നെ നടത്തുന്നുണ്ട്. പോലീസിന്റെ വിവിധ വിഭാഗങ്ങൾ വിവിധ കേന്ദ്രങ്ങളിലായി, തിരുവനന്തപുരം സിറ്റി മാത്രമല്ല ജില്ല മുഴുവനും മറ്റ് കൊല്ലം, കന്യാകുമാരി ജില്ലകളിലും അവിടെയുള്ള പോലീസിനെ അലർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പ്രദേശത്തിന്റെ ചുറ്റുമുള്ള ഒറ്റപ്പെട്ട ആളൊഴിഞ്ഞ വീടുകളുണ്ട്, അവിടെയും പരിശോധന നടത്താനായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. പോലീസ് നല്ല ജാഗ്രതയോടെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ADGP അജിത് കുമാറിന്റെ നിരീക്ഷണത്തിൽ, DCP നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ, ACP ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം സാന്നിധ്യത്തിൽ നല്ല ശക്തമായ അന്വേഷണമാണ് നടത്തി. ഞാൻ ആ സ്ഥലത്ത് പോയിരുന്നു. അവരുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഉറങ്ങിയ കുഞ്ഞുങ്ങൾ രക്ഷകർത്താക്കളെയും കണ്ടു, സംസാരിച്ചു. ഇപ്പോൾ ഞാൻ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ശ്രീ ആന്റണി രാജു, അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അവരെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ എന്തെങ്കിലും അവർക്ക് സംശയമുള്ള ആളുകളോ മറ്റോ ഉണ്ടെന്ന് വല്ലതും പറഞ്ഞോ? അങ്ങനെ ഒരു കാര്യമായ സൂചനകളൊന്നും തന്നെ ആരുടെയും ഭാഗത്തുനിന്ന് വ്യക്തമായ സൂചനകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുൻവിധിയോടുള്ള അന്വേഷണമല്ല ഇക്കാര്യം നടക്കുന്നത്. വ്യാപകമായ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ശാസ്ത്ര സാങ്കേതികതയുടെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഡോഗ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. പോലീസുകാർ വിവിധ കേന്ദ്രങ്ങളിൽ ഷാഡോ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം തന്നെ അലർട്ടായി നല്ലവണ്ണം തന്നെ ഊർജിതമായി അവരുടെ പരിശോധന, നിരീക്ഷണം എല്ലാം നടത്തുന്നു. മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വളരെ പ്രചാരം നൽകിയതുകൊണ്ട് തന്നെ പൊതുജനങ്ങളും ഇക്കാര്യത്തിൽ അലർട്ടായിട്ടുണ്ട്. അത് ഈ തട്ടിക്കൊണ്ടുപോയ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും മറ്റ് കൃത്യങ്ങളിലേക്ക് കടക്കാനോ ദൂരെ കൊണ്ടുപോകാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം അതുകൊണ്ട് പരമാവധി പോലീസ് നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരി, വളരെയധികം നന്ദി. ശ്രീ ആന്റണി രാജു MLA ആണ് നമ്മളോട് സംസാരിച്ചത്. വളരെ നല്ല രീതിയിൽ തന്നെ അന്വേഷണം